നമ്മുടെ താരങ്ങളുടെ ആസ്തി, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൽ ഏറ്റവും കൂടുതലും ഉണ്ടാവും, അതുപോലെ ഏറ്റവും കുറവുള്ള താരങ്ങളുണ്ടാവും. ആദ്യമായിട്ട് ആസിഫ് അലി. ആസിഫ് അലി മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു താരമാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും കുറേ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു നടനും കൂടിയാണ് ആസിഫ് അലി. അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം 30 കോടി രൂപയോളമാണ്. ഫഹദ് ഫാസിൽ. മലയാളത്തിൻ്റെ എന്നും യുവതാരങ്ങളിൽ ഏറ്റവും കഴിവുള്ള ഒരു നായകൻ കൂടിയാണ് ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ റിലീസാവുമ്പോഴും ഏതൊരു ചെറുപ്പക്കാരനും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റി, ഒരു പുതിയൊരു ടോപ്പിക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും. മറ്റ് ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് കഴിവ് തെളിയിച്ച ഒരു നടനും കൂടിയാണ് ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് 50 കോടി രൂപയോളമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. പൃഥ്വിരാജ്. മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ആക്ഷൻ ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ അത്രത്തോളം മേന്മേറിയതാണ്. ഇപ്പോൾ അവസാനമിറങ്ങിയ ചിത്രമല്ല, അദ്ദേഹം ലോക രാഷ്ട്രങ്ങളിൽ വെച്ച് ശ്രദ്ധപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് ആടുജീവിതം. അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം കഴിയുന്നൊരു കഥാപാത്രമായി നമുക്ക് കാണാൻ കഴിയും. അതിനെ നടൻ എന്നതിലുപരി നിർമ്മാതാവ് കൂടിയാണ് പൃഥ്വിരാജ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 54 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. ദിലീപ്. മലയാളത്തിലെ ഒരുപാട് മറ്റാരും ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് മലയാളികളുടെ മനം കവർന്ന ഒരു നടനും കൂടിയാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം 600 കോടി രൂപയാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് രംഗത്തും തൻ്റേതായ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു നടനും കൂടിയാണ് ദിലീപ്. ഇപ്പോഴും സിനിമകൾ അദ്ദേഹത്തിൻ്റെ റിലീസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നടനും കൂടിയാണ്. മോഹൻലാൽ. മലയാളികളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ ഹരം കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നായകനാണ് മോഹൻലാൽ. മലയാള സിനിമയിൽ എന്നും തൻ്റേതായ ഒരു അടിത്തറ നേടിയെടുത്ത ഒരു നടനും കൂടിയാണ് മോഹൻലാൽ. മറ്റു ഭാഷാ ചിത്രങ്ങളിലും ഒരുപാട് അഭിനയിക്കുകയും അതുപോലെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനും കൂടിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 400 കോടി രൂപയാണ് മോഹൻലാലിൻ്റെ ആസ്തി വരുന്നത്. മമ്മൂട്ടി മോഹൻലാലിനെ പോലെ തന്നെ മലയാള സിനിമയുടെ മറ്റൊരു വശം കൂടി ആണെന്ന് നമുക്ക് പറയാം. ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളിൽ തൻ്റേതായ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് മമ്മൂട്ടി. അദ്ദേഹം വർഷാവർഷം ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി നല്ലൊരു തുക അതിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂട്ടി. സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് 350 കോടി രൂപയോളമാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആസ്തി. സുരേഷ് ഗോപി. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏതൊരു പോലീസ് വേഷം സുരേഷ് ഗോപി ചെയ്താലും അത് ഹിറ്റ് സിനിമകളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ സജീവമല്ലെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു കേന്ദ്ര മന്ത്രി കൂടിയാണ്. എങ്കിലും മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് സർക്കാരിന് കൊടുത്ത കണക്ക് പ്രകാരം ഏകദേശം 4,38,50,60 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയായി കൊടുത്തിരിക്കുന്നത്. ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഈ ഒരു നടനും എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ്.